അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അവിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ അവിലൊന്ന് നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി ഒന്ന് വാടി വരണം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അവൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തെടുത്ത അവലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ലവണ്ണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കുറച്ച് മിക്സ് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു വാഴയിലയിൽ വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നടുവിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ആവിയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ആവിയേറ്റി എടുക്കാം. ഇഡലി ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഡലി ചെമ്പിൽ ആവിയേറ്റി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഡലി ചെമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കടായിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ബൗൾ ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇഡലി തട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റി വേവിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 12 മിനിറ്റായി. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുക്കാം. ഇഡലി ചെമ്പിൽ ആവിയേറ്റാൻ വെച്ചിട്ട് 12 മിനിറ്റായി തുറന്ന് നോക്കാം. ഇത് ഇഡലി ചെമ്പിൽ നിന്ന് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തക്കാളിയൊക്കെ വഴറ്റി വെച്ചില്ല. എൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചട്നി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ചായ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചായ പലഹാരമായിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്